ട്രാവൽ ടാങ്കിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് കാശ്മീരിലാണ്. കാശ്മീരിലെ ശ്രീനഗറിലെ ദാൽ തടാകത്തിൻ്റെ സമീപത്തുള്ള ഹൗസ് ബോട്ടിലാണ്. ഇന്ന് രാത്രി ഇവിടെയാണ് സ്റ്റേ. അപ്പോൾ നമുക്കിനി കാശ്മീർ വിശേഷങ്ങൾ കാണാം. വിമാനം ശ്രീനഗറിനോടടുത്തപ്പോൾ മഞ്ഞിൽ പൊതിഞ്ഞു കിടക്കുന്ന ഗിരിശൃംഗങ്ങൾ കണ്ടു തുടങ്ങി. ഏഷ്യയുടെ ഹൃദയഭാഗത്ത് ദക്ഷിണേന്ത്യയുടെയും മധ്യേഷ്യയുടെയും മധ്യത്തിലാണ് ഭൂമിയിലെ സ്വർഗം എന്നറിയപ്പെടുന്ന കാശ്മീർ ഭൂപ്രദേശം. ചൈന, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ എന്നീ നാടുകളുമായി അതിർത്തി പങ്കിടുന്നു. ഇന്ത്യയുടെ പൂന്തോട്ടം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ കാശ്മീരിനെ 3 ഭാഗമായി തിരിച്ചിരിക്കുന്നു: താഴ്വര, ജമ്മു, ലഡാക്ക് എന്നിങ്ങനെ. മെസപ്പൊട്ടാമിയയിൽ നിന്ന് വന്ന കാഷ് വർഗത്തിൽപ്പെട്ട ആദിവാസികൾ താമസിച്ചിരുന്നതിനാൽ കാഷ്യർ എന്നറിയപ്പെട്ടിരുന്നു. ആ പ്രദേശം പിന്നീട് കാശ്മീർ ആയി. കാശ്മീർ താഴ്വരയിൽ ജലം നദിക്കരയിലാണ് ശ്രീനഗർ പട്ടണം. സിന്ധു നദിയുടെ കൈവഴിയായ ജലം നദിക്കു പുറമെ ദാൽ, അഞ്ചാർ തടാകങ്ങളും ശ്രീനഗർ പട്ടണത്തിൻ്റെ ഭാഗമാണ്. സമുദ്രനിരപ്പിൽ നിന്നും 5200 അടി ഉയരത്തിൽ 294 സ്ക്വയർ കിലോമീറ്റർ വിസ്തൃതിയിലായി ശ്രീനഗർ പരന്നു കിടക്കുന്നു. നഗരഹൃദയത്തിലെ വ്യാപാര സ്ഥാപനങ്ങളെല്ലാം തന്നെ ജലം നദിയുടെ ഇരുകരകളിലുമായി സ്ഥിതി ചെയ്യുന്നു. പ്രാചീന ഗ്രന്ഥങ്ങളിൽ സൂര്യൻ്റെ പട്ടണം എന്നർത്ഥം വരുന്ന സൂര്യനഗർ എന്നാണ് സ്ഥലനാമം. എന്നാൽ ചൈനീസ് രേഖകളിൽ സമ്പത്തിൻ്റെ നഗരം എന്നർത്ഥം വരുന്ന ശ്രീനഗർ എന്നു തന്നെയാണ്. ഒരു ഭാഗം പഞ്ചാബിൽ നിന്നും മറുഭാഗം ഉത്തര കാശ്മീർ, തിബത്ത് മുതലായ പ്രദേശങ്ങളിൽ നിന്നുമുള്ള വ്യാപാര മാർഗങ്ങൾ വന്നു ചേരുന്ന സ്ഥലമാണ് ശ്രീനഗർ. ജലം നദിയെ ക്രോസ് ചെയ്യുമ്പോൾ അകലെ സീറോ ബ്രിഡ്ജ് കാണാം. ശ്രീനഗർ മുനിസിപ്പൽ കോർപ്പറേഷനാണ് നഗരപരിപാലന ചുമതല. ശ്രീനഗറിന് പുറമെ സമീപ ജില്ലകളായ ബുദാം, ഗാൻഡർബാൽ കൂടി ഉൾപ്പെട്ടതാണ് ശ്രീനഗർ പാർലമെൻറ്റ് നിയോജക മണ്ഡലം. കോട്ട പോലെ ഉയർന്നു നിൽക്കുന്ന മഞ്ഞുമലകളായ ഹർമുഖ്, തോഷ്, വൈദാൻ, കാശിനാഗ്, മഹാദേവ് പർവ്വതങ്ങളുടെ നടുവിലാണ് ശ്രീനഗർ പട്ടണം. ബാരമുള്ള, പുൽവാമ, അനന്ത്നാഗ്, കാർഗിൽ ജില്ലകളുമായി ശ്രീനഗർ ജില്ല അതിർത്തി പങ്കിടുന്നു. ശ്രീനഗറിലെ ഷെയ്ഖ് ഉൽ ആലം അന്തർദേശീയ വിമാനത്താവളത്തിൽ നിന്ന് അരമണിക്കൂർ യാത്ര ചെയ്ത് ദാൽ തടാകത്തിലെത്തി. അൽ ഹിന്ദ് ടൂർസ് ആൻഡ് ട്രാവൽസിനോടൊപ്പമാണ് 6 ദിവസത്തെ ഈ കാശ്മീർ യാത്ര. കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്ന് ജീവിതത്തിൻ്റെ വിവിധ തലങ്ങളിൽപ്പെട്ടവർ. ഇതാണ് ദാൽ തടാകം. ഹിമാലയ പർവ്വതം യുഗങ്ങൾക്കപ്പുറമുണ്ടായ അതിഭയങ്കരമായൊരു ഭൂകമ്പം കൊണ്ട് സ്വസ്ഥാനത്തു നിന്ന് ഇളകി വടക്കോട്ട് നീങ്ങിയതായും ആ വിടവിൽ വിശാലമായൊരു ജലാശയമുണ്ടായതായും ജിയോളജിസ്റ്റുമാർ അഭിപ്രായപ്പെടുന്നു. പിന്നീട് സഹസ്രാബ്ദങ്ങൾ കൊണ്ട് ആ ജലാശയം തോർന്ന് ഇന്ന് നാം കാണുന്ന കാശ്മീർ താഴ്വരമുണ്ടായിത്തീരുകയും ചെയ്തു. ആ മഹത്തായ പ്രകൃതി പരിണാമത്തിൻ്റെ മനോഹര സ്മരണയാണത്രേ ദാൽ തടാകം. അർദ്ധചന്ദ്രാകൃതിയിൽ കിടക്കുന്ന ഹിമശൈല ശൃംഗങ്ങളുടെ കടയ്ക്കൽ ഇന്ദ്രനീല പതക്കം പോലെ പരിലസിക്കുന്ന ഈ ശുദ്ധജലാശയവും പച്ചപ്പട്ടു തൊങ്ങൽ കൊണ്ട് പൊതിഞ്ഞ കരയും ഒരു സ്വപ്നലോകത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നു. കാശ്മീരിൻ്റെ കിരീടത്തിലെ രത്നം എന്നഭിപ്രായപ്പെടുന്ന ദാൽ തടാകത്തിന് 22 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുണ്ട്. മനോഹരമായ ഹിമാലയ പശ്ചാത്തലം, ഊർജ്ജസ്വലരായ ശിക്കാരകൾ, ഹൗസ് ബോട്ടുകൾ എന്നിവയ്ക്ക് പേരുകേട്ടതാണ് ഇത്. ഫ്ലോട്ടിംഗ് മാർക്കറ്റുകളും ഇതിൽ ഉൾപ്പെടുന്നു. തടാക ഭംഗി ആസ്വദിച്ചുകൊണ്ടിരിക്കെ ശിക്കാര ഇന്ന് ഞങ്ങൾക്ക് താമസിക്കാനുള്ള ഹൗസ് ബോട്ടിൻ്റെ അടുത്ത് എത്തിച്ചേർന്നു. ഇന്നത്തെ താമസം ഈ ഹൗസ് ബോട്ടിലാണ്. ഞങ്ങൾക്ക് മുമ്പേ ഞങ്ങളുടെ ലോക്കൽ ഗൈഡായ അഷ്റഫ് സാർ നടന്നു. അദ്ദേഹം അതിലൊക്കെ തുറന്ന് ഞങ്ങളെ അകത്തേക്ക് പ്രവേശിപ്പിച്ചു. കയറുമ്പോൾ തന്നെ ഒരു ലിവിങ് റൂം,
സോഫയും സെറ്റിയൊക്കെ ഇട്ടിട്ടുള്ള TV ഉള്ള അലങ്കരിച്ച നല്ലൊരു ഭംഗിയുള്ളൊരു മുറി. ദേവദാരു മരവും ചിനാർ മരവുമാണ് ഇതിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്. മരം കൊണ്ടാണ് മുഴുവൻ നിർമ്മാണവും. അടുത്ത മുറിയിൽ പ്രവേശിച്ചാൽ അതൊരു ഡൈനിങ് റൂമാണ്. ഗ്ലാസും പാത്രവും ഫ്രിഡ്ജും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ട് ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു മുറി. ഇവിടെ ഒരു അടുക്കള കാണാം, ചെറിയൊരു അടുക്കള. വീണ്ടും പോവുകയാണെങ്കിൽ 2 മുറികൾ വലതുവശത്തായിട്ട് ഒരുക്കിയിട്ടുണ്ട്. ഏറ്ററ്റത്തൊരു കുറച്ചുകൂടിയും വലിയ ബെഡ്റൂമും. ഇതുപോലത്തെ 2 മുറികൾ ഇവിടെയുണ്ട്. കൂടാതെ അറ്റത്ത് വലിയൊരു ബെഡ്റൂമും. ഇതാണ് നമ്മുടെ മുറി, വിശാലമായൊരു മുറി. രാത്രി ഹൗസ് ബോട്ടിൻ്റെ സിറ്റ് ഔട്ടിലിരുന്നാൽ ഇതാണ് കാഴ്ച. അടുത്ത ദിവസം പ്രഭാതം. ശിക്കാരയിൽ 1 മണിക്കൂർ നീളുന്ന സവാരിയാണ് ഇന്നത്തെ പ്രധാന പരിപാടി. കാശ്മീരിൻ്റെ സാംസ്കാരിക അടയാളമാണ് ശിക്കാരകൾ. ദാൽ തടാകത്തിൽ സർവീസ് നടത്തുന്ന വർണ്ണാഭമായ വിധാനങ്ങളോടുകൂടിയ ഒരു ചെറിയ മരവഞ്ചിയാണ് ശിക്കാര. ശിക്കാരയ്ക്ക് വെനീഷ്യൻ ഗൊണ്ടോളയോട് സാമ്യമുണ്ട്. പല വലിപ്പത്തിലുള്ള ശിക്കാരകൾ യാത്ര, ടൂറിസം, ചരക്ക് ഗതാഗതം, മത്സ്യബന്ധനം തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നു. ഒരു ശിക്കാരയിൽ തുഴച്ചിലുകാരനടക്കം 4 or 6 പേർക്ക് യാത്ര ചെയ്യാം. തുഴച്ചിലുകാരൻ്റെ സ്ഥാനം പുറകിലാണ്. അങ്ങനെ ഞങ്ങൾക്ക് പോകാനുള്ള ഒരു ശിക്കാര വന്നു. കാല് നീട്ടി വെച്ചിരിക്കാവുന്ന കുഷിനൊക്കെ ഇട്ട സീറ്റുകൾ. ഞങ്ങളുടെ യാത്ര തുടങ്ങി. വെള്ളത്തിൽ കിടന്നാലും കേടായി പോകാത്ത ദേവദാരു മരം കൊണ്ടാണ് ശിക്കാരകൾ നിർമ്മിക്കുന്നത്. 25 മുതൽ 41 അടി വരെ നീളമുള്ള ശിക്കാരകളുണ്ട്. 4 അടി വീതിയിൽ മുൻവശം കൊളുത്തും പിൻഭാഗം പരന്നുമിരിക്കുന്ന ശിക്കാരയുടെ അടിഭാഗം സ്പേഡ് ആകൃതിയിലാണ്. ചുട്ടുപഴുപ്പിച്ച ഇരുമ്പാണികൾ ഉപയോഗിച്ചാണ് മരഭാഗങ്ങൾ പരസ്പരം യോജിപ്പിക്കുന്നത്. ശേഷം പോളാർ മരത്തിൻ്റെ കുരുവിൽ നിന്നുള്ള പശ തേച്ച് പിടിപ്പിച്ച് ശിക്കാര വെള്ളം കയറാത്ത നിലയിലാക്കും. ശിക്കാരയുടെ നടുവിലാണ് യാത്രക്കാർക്കുള്ള ഇരിപ്പിടം. അപ്പോൾസ്റ്ററി ചെയ്ത കുഷ്യൻ സീറ്റുകൾക്ക് താഴെ ചെറിയ സ്റ്റോറേജ് സൗകര്യവും ഉണ്ട്. യാത്രികർക്ക് മഴയും വെയിലും കൊള്ളാതിരിക്കാൻ ടാർപോളിൻ കനോപ്പിയുണ്ട്. ശിക്കാരകളെല്ലാം ബഹുവർണ്ണങ്ങൾ വാരിപ്പൂശി മനോഹരമാക്കിയിട്ടുണ്ടാകും. മന്ദഗതിയിലാണ് ഇവിടെ സഞ്ചാരം. നമ്മുടെ കൊതുമ്പ് വള്ളം പോലുള്ള ചെറുവള്ളങ്ങൾ ദാൽ തടാകത്തീരത്തെ താമസക്കാർ അവരുടെ സ്വകാര്യ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നു. പഠനത്തിനും മറ്റും ആവശ്യങ്ങൾക്കായി കാശ്മീരിലുള്ളവർ ചെറുവള്ളം ഒറ്റയ്ക്ക് തുഴഞ്ഞു പോകുന്നത് ദാൽ തടാകത്തിലെ പതിവ് കാഴ്ചയാണ്. ശിക്കാരകൾ ഇവിടെ കച്ചവട ആവശ്യത്തിനും ഉപയോഗിക്കുന്നുണ്ട്. ഇതൊരു ഫ്ലോട്ടിംഗ് ടീ ഷോപ്പ്, ഒഴുകുന്ന ചായക്കട ഞങ്ങളുടെ മുന്നിലേക്ക് വന്നു. അടുത്തതായി മറ്റൊരു കച്ചവടക്കാരനെത്തി. ചെറിയ ചെറിയ മോതിരങ്ങളും ഹാൻഡിക്രാഫ്റ്റ് വർക്കുകളുമായി ഒരാൾ. അത് കഴിഞ്ഞപ്പോൾ കാശ്മീരിൻ്റെ തനത് സോനിയറുകളുമായി ഒരു വള്ളക്കാരനെത്തി. തീരത്തിനോട് ചേർന്ന് ധാരാളം ഹൗസ് ബോട്ടുകൾ ഇവിടെ കാണാം. 1814 ശ്രീനഗർ അടക്കമുള്ള കാശ്മീർ താഴ്വര രാജാ രൺജിത് സിംഗ് അഫ്ഗാനിസ്ഥാനോട് ചേർത്തു. തുടർന്നുള്ള 27 വർഷം സിഖുകാർക്കായി ശ്രീനഗറിൻ്റെ ആധിപത്യം. തുടർന്ന് ദോംഗ്ര രാജഭരണകാലത്ത് ശ്രീനഗർ രാജവംശത്തിൻ്റെ തലസ്ഥാനമായി. ദോംഗ്ര മഹാരാജാവ് ഗുലാബ് സിംഗ് കാശ്മീർ താഴ്വരയിൽ, പ്രത്യേകിച്ച് ദാൽ തടാകക്കരയിൽ വിദേശികൾക്ക് വീടുകളോ കെട്ടിടങ്ങളോ നിർമ്മിക്കുവാൻ അനുമതി നൽകിയില്ല. ഈ സാഹചര്യത്തിലാണ് ദാൽ തടാകത്തിൽ ഹൗസ് ബോട്ടുകൾ നിർമ്മിച്ച് വിദേശികൾ താമസം ആരംഭിച്ചത്. സ്വാതന്ത്ര്യത്തിന് ശേഷം ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടപ്പോൾ കാശ്മീരികൾ പലരും ഈ ഹൗസ് ബോട്ടുകൾ വിലയ്ക്ക് വാങ്ങി അതിൽ താമസം ആരംഭിച്ചു. ഇന്ന് ഈ ഹൗസ് ബോട്ടുകളാണ് കാശ്മീർ ടൂറിസത്തിൻ്റെ മുഖമുദ്ര. ഏകദേശം 1000ഓളം ഹൗസ് ബോട്ടുകൾ ഉണ്ട് ദാൽ തടാകത്തിൽ. നമ്മുടെ നാട്ടിലെ പോലെ ഒഴുകുന്ന ഹൗസ് ബോട്ടുകളല്ല ഇവ. ഉറപ്പിച്ച് നിർത്തിയിരിക്കുകയാണ്. 3-4 ബാത്ത് അറ്റാച്ച്ഡ് കിടപ്പുമുറികളും ലിവിംഗ് റൂം, ബാൽക്കണി, അടുക്കള എന്നിവയെല്ലാം ഉൾക്കൊള്ളുന്നതാണ് ഓരോ ഹൗസ് ബോട്ടും. ഹൗസ് ബോട്ടിന് ശരാശരി 60 മുതൽ 100 അടി വരെ നീളവും 14 അടി വീതിയുമുണ്ട്.
ഏകദേശം 4000 ക്യൂബിക് അടി മരം വേണം ഒരു ഹൗസ് ബോട്ടിൻ്റെ നിർമ്മിക്കാൻ. അതുകൊണ്ട് തന്നെ 1 കോടിയിലധികം രൂപ വരും ഒരു ഹൗസ് ബോട്ടിന്. ദാൽ തടാകത്തിലെ ഹൗസ് ബോട്ടുകളെല്ലാം തന്നെ 60 മുതൽ 80 വർഷം വരെ പഴക്കമുള്ളവയാണ്. ഹൗസ് ബോട്ടുകൾ അധികവും ദാൽ ഗേറ്റിനും നെഹ്റു പാർക്കിനും ഇടയ്ക്കുള്ള തടാകത്തിൻ്റെ പടിഞ്ഞാറേ കരയിലാണ്. നഗരഹൃദയത്തിൽ നിന്നും അല്പം ദൂരെയുള്ള നാഗിൻ തടാകത്തിലും ധാരാളം ഹൗസ് ബോട്ടുകൾ ഉണ്ട്. തടാകത്തിനോട് ചേർന്ന് തന്നെ ധാരാളം കടകൾ കാണാം. ദൈനംദിന ജീവിതത്തിന് ആവശ്യമുള്ള സാധനങ്ങളായിരിക്കും ഇവിടുത്തെ കച്ചവട വസ്തുക്കൾ. ഈ കാണുന്ന കുന്നിൻ്റെ മുകളിലായി ഒരു കോട്ട കാണാം. ഹരി പർബത് കോട്ടയാണത്. ജമ്മു കാശ്മീരിലെ ശ്രീനഗർ ഷായിഗ കുന്നിൽ മുകളിൽ സ്ഥിതി ചെയ്യുന്ന 18ാം നൂറ്റാണ്ടിലെ ചരിത്രപ്രസിദ്ധമായ ഒരു കോട്ടയാണ് ഹരി പർബത് കോട്ട. ദാൽ തടാകത്തിൻ്റെ മനോഹരമായ കാഴ്ചകൾ ഇത് പ്രദാനം ചെയ്യുന്നു. 1808 അഫ്ഗാൻ ഗവർണർ ആട്ട മുഹമ്മദാണ് ഇത് നിർമ്മിച്ചത്. യാത്ര ചെയ്തുകൊണ്ടിരിക്കെ ഒരു തോണിയിൽ കുങ്കുമവും പൂവുമായി ഒരു കർഷകനെത്തി. വിപണിയിൽ 350 രൂപ ഒരു ഗ്രാമിന് വിലയുള്ളത് 250 രൂപയ്ക്ക് തരാമെന്നാണ് അദ്ദേഹത്തിൻ്റെ ഓഫർ. കുങ്കുമപ്പൂ വേണ്ടെങ്കിൽ കാശ്മീരി ചായപ്പൊടി എടുക്കാമെന്നായി അദ്ദേഹം. 1 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഞങ്ങളുടെ ഹൗസ് ബോട്ടായ ടെക്സാസിൽ എത്തിച്ചേർന്നു. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. തുടർന്നുള്ള ഭാഗങ്ങൾ അടുത്ത എപ്പിസോഡുകളിൽ.